Welcome back to Literature with Cops. Ktet കാറ്റഗറി 3 ഇംഗ്ലീഷ് പാർട്ട് 3 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോവലിസ്റ്റ് ഹു ഡീൽസ് വിത്ത് ശ്രീലങ്കൻ ഡയസ്പോറ. ഓപ്ഷൻസ്: മൈക്കൽ ഒൻടാച്ചെ, വോൾ സോയിങ്ക, മാർഗരറ്റ് എഡ്വേർഡ്, സിറിൽ ഡാബ്നി. The answer is option A, Michael Ondaatje. Second question, which of the following novels is not written by Amitav Ghosh? Options: Two Lives, The Hungry Tide, The Shadow Lines, River of Smoke. അമിതാവ് ഘോഷിൻ്റെ ഇതല്ലാത്ത നോവൽസ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ എ, Two Lives. Two Lives is actually written by Vikram Seth. So The Hungry Tide, The Shadow Lines, റിവർ ഓഫ് സ്മോക്ക് തുടങ്ങിയിട്ടുള്ള നോവൽസൊക്കെ എഴുതിയിരിക്കുന്നത് അമിതാവ് ഘോഷാണ്. യോൺ ഫോസെ ഈസ് എ നേറ്റീവ് ഓഫ് ഫ്രാൻസ്, ടാൻസാനിയ, നോർവേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യോൺ ഫോസെ ഈസ് എ നേറ്റീവ് ഓഫ് നോർവേ. ഇദ്ദേഹം ഒരു നോർവേജിയൻ ഓഥറാണ്. 2023 നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയിരിക്കുന്നത് നോർവേജിയൻ ഓഥറായിട്ടുള്ള യോൺ ഫോസേക്കാണ്. The title Far From the Madding Crowd is taken from Shakespeare's King Lear, Milton's Paradise Lost, Thomas Gray's Elegy, Tennyson's Ulysses. തോമസ് ഹാർഡിയുടെ നോവലായിട്ടുള്ള ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡിൻ്റെ ടൈറ്റിൽ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, തോമസ് ഗ്രേസ് എലിജി. തോമസ് ഗ്രേയുടെ കവിതയായിട്ടുള്ള എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചേർച്ചാർഡിൽ നിന്നാണ് തോമസ് ഹാർഡി അദ്ദേഹത്തിൻ്റെ നോവലിന് വേണ്ടിയിട്ടുള്ള ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ദ ലൈൻ ഫിഗേഴ്സ് ഇൻ ദ പോം. ഓപ്ഷൻസ്: മെൻറ്റിംഗ് വാൾ, ബർച്ചസ്, ഫയർ ആൻഡ് ഐസ്, ദ റോഡ് നോട്ട് ടേക്കൺ. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ് എന്ന വരി ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? Answer is option B, Birches by Robert Frost. Golding's Lord of the Flies is a savage reply to the optimism of Ballantyne's Gorilla Hunters, The Coral Island, The Island Queen, Hunted and Harried. Answer is option B, The Coral Island. Samuel Langhorne Clemens is മാർക്ക് ട്വെയിൻ, ജോർജ് ഈലിയറ്റ്, ജോർജ് സാൻഡ്, സോൾ ബെല്ലോ. സാമുവൽ ലാൻഹോൺ ക്ലെമൻസിൻ്റെ തൂലികാനാമം ഏതാണ്? പെൻ നെയിം ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ എ, മാർക്ക് ട്വെയിൻ. സാമുവൽ ലാൻഹോൺ ക്ലെമൻസിൻ്റെ പെൻ നെയിമാണ് മാർക്ക് ട്വെയിൻ. അതുപോലെ ജോർജ് ഈലിയറ്റ് ആരുടെ പെൻ നെയിമാണ്? മെറിയൻ എവൻസിൻ്റെ പെൻ നെയിമാണ് ജോർജ് ഈലിയറ്റ്. അതുപോലെ തന്നെ അമൻറ്റൈൻ ലൂസിൽ എറോഡ് ഡബിൻ്റെ പെൻ നെയിമാണ് ജോർജ് സാൻഡ്. ജാക്വസ് സ്പീച്ച് ബിഗിനിങ് ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ക്യാൻ ബി കോൾഡ് എ ഓർ ആൻ. ഓപ്ഷൻസ്: ഇംപ്ലിസിറ്റ് മെറ്റഫർ, ഡെഡ് മെറ്റഫർ, എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആൻഡ് എക്സെപ്റ്റഡ് മെറ്റഫർ. ഷേക്സ്പിയറുടെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന പ്ലേയിൽ വരുന്ന ഒരു കഥാപാത്രമാണ് ജാക്വസ്. അതിൽ ജാക്വസ് ഒരു സ്പീച്ച് പറയുന്നുണ്ട്. ആ ഒരു സ്പീച്ചിൻ്റെ തുടക്കമാണ് ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. സോ ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് മെറ്റഫറിൻ്റെ എക്സാമ്പിളാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, എക്സ്റ്റെൻഡഡ് മെറ്റഫർ. എന്താണ് ശരിക്കും ഈ മെറ്റഫർ എന്ന് പറയുന്നത്? മെറ്റഫർ എന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അവിടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളെ തമ്മിൽ കമ്പാരിസൺ നടത്തുകയാണ് ചെയ്യുന്നത്. രണ്ട് വ്യത്യസ്ത വസ്തുക്കളാണെങ്കിൽ പോലും ആ വസ്തുക്കളുടെ ഇടയിൽ കോമൺ ആയിട്ടൊരു കാര്യം ഉണ്ടാവാം. അങ്ങനെയുള്ള വസ്തുക്കളെ വെച്ചിട്ടാണ് ഇവിടെ കമ്പാരിസൺ നടത്തുന്നത്. ഡയറക്റ്റ് ആയിട്ടാണ് ഈ കമ്പാരിസൺ ഒക്കെ നടത്തുന്നത്. അതായത് സിമിലിയിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് പോലുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് കമ്പാരിസൺ ചെയ്യുന്നത്. എക്സാമ്പിൾ, ദ വെയിറ്റർ വാസ് ആസ് ബിസി ആസ് എ ബി. വളരെ ബിസി ആയിട്ടും ആക്റ്റീവ് ആയിട്ടും ആയിരുന്നു ആ ഒരു വെയിറ്റർ ഉണ്ടായത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദ വെയിറ്റർ വാസ് ആസ് ബിസി ആസ് ബി എന്ന് പറയുന്നത്. ഇവിടെ വെയിറ്ററിന് ബിയു ആയിട്ട് ആസ് എന്ന വാക്ക് യൂസ് ചെയ്തിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു എക്സാമ്പിളാണ് ദേ ഫോട്ട് ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഒരുപാട് കലഹിക്കുന്ന ആളുകളെ പറയാൻ വേണ്ടിയിട്ടാണ് ഫോട്ട് ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്.
ഇവിടെ രണ്ട് തിങ്സിനെ ലൈക്ക് എന്ന വാക്ക് യൂസ് ചെയ്തിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കമ്പാരിസൺ ഡയറക്റ്റ് അല്ല. ലൈക്ക് അല്ലെങ്കിൽ ആസ് പോലുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് സിമിലിയിൽ കമ്പാരിസൺ നടത്തുന്നത്. എന്നാൽ മെറ്റഫറിൽ കമ്പാരിസൺ ഡയറക്റ്റ് ആണ്. എക്സാമ്പിൾ, യു ആർ എൻ ഓപ്പൺ ബുക്ക്. ഇവിടെ ഒരാളെ ബുക്കുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് പോലുള്ള വാക്കുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഒരു ബുക്കാവുമ്പോൾ അത് വായിച്ച് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ബുക്ക് പോലെയാണ് ഈ ഒരു വ്യക്തി. ആ ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്നുള്ള കാര്യം ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ആളെ പറയുന്നതാണ് യു ആർ എൻ ഓപ്പൺ ബുക്ക് എന്നത്. സോ മെറ്റഫർ എന്ന് പറയുമ്പോൾ അവിടെ കമ്പാരിസൺ ഡയറക്റ്റ് ആയിരിക്കും. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളെയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിലും ആ ഒരു വസ്തുക്കൾക്ക് കോമൺ ആയിട്ടൊരു ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടാകും. സോ മെറ്റഫർ എന്നാൽ രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ ഡയറക്റ്റ് ആയിട്ടൊരു കമ്പാരിസൺ നടത്തലാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്താണെന്ന് നോക്കാം. എക്സ്റ്റെൻഡഡ് മെറ്റഫറിൽ ആ ഒരു പേര് പോലെ തന്നെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു കവിതയിൽ അല്ലെങ്കിൽ പാസേജിൽ ആ ഒരു മെറ്റഫർ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. ആ ഒരു ടെക്സ്റ്റിൽ അല്ലെങ്കിൽ പോമിൽ അല്ലെങ്കിൽ പാസേജിൽ ആ ഒരു മെറ്റഫർ ത്രൂ ഔട്ട് ക്യാരി ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു. ആസ് യു ലൈക്ക് ഇറ്റുള്ള കഥാപാത്രമായിട്ടുള്ള ജാക്വസിൻ്റെ സ്പീച്ച് ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്നത് എക്സ്റ്റെൻഡഡ് മെറ്റഫറിൻ്റെ എക്സാമ്പിളാണ്. അതെങ്ങനെയാണ് എക്സ്റ്റെൻഡഡ് മെറ്റഫറിൻ്റെ എക്സാമ്പിൾ ആവുന്നത്? ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന ആ ഒരു വരിയിൽ ആ ഒരു മെറ്റഫർ അവസാനിക്കുന്നില്ല, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ് അടുത്ത വരിയിലോട്ട്. എങ്ങനെയാണ് ആ ഒരു സ്പീച്ച് വരുന്നത്? ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. They have their exits and their entrances and one man in his time plays many parts. ഇങ്ങനെ ഈ ഒരു മെറ്റഫർ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് കമ്പാരിസൺ ആണ് നടത്തിയിരിക്കുന്നത്? തിയേറ്ററിലെ സ്റ്റേജിൽ ആക്ടേഴ്സ് അവരുടെ റോള് പ്ലേ ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ ലൈഫിൽ ഓരോ ആളുകളും അവരുടെ റോളുകൾ പ്ലേ ചെയ്യുന്നത്. ഒരു ഹ്യൂമൻ ജനിച്ചു കഴിഞ്ഞാൽ ഇൻഫൻറ്റിൻ്റെ റോളാണ്, ഒരു കുട്ടിയുടെ റോളാണ് ആദ്യം. പിന്നീട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായി, ലവറായി, അങ്ങനെ ഡിഫറെൻറ്റ് റോൾസാണ് ഒരു മനുഷ്യൻ തൻ്റെ ലൈഫ് ടൈം ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഹ്യൂമൻ്റെ ലൈഫിനെ തിയേറ്ററിലെ സ്റ്റേജുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. തിയേറ്ററിലെ സ്റ്റേജിൽ ആക്ടേഴ്സ് അവരുടെ റോള് പ്ലേ ചെയ്യുന്നത് പോലെയാണ് ലൈഫിൽ ഓരോ ആളുകളും അവരുടെ റോള് പ്ലേ ചെയ്യുന്നത്. ഈ ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു സ്പീച്ചിൽ നടക്കുന്നത്. സോ എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മെറ്റഫർ നോക്കാം. ഇംപ്ലിസിറ്റ് മെറ്റഫർ. ഇവിടെ എന്ത് വസ്തുവായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് ആ ഒരു വസ്തുവിൻ്റെ പേര് മെൻഷൻ ചെയ്യില്ല. അങ്ങനെ നടത്തുന്ന കമ്പാരിസണിനെയാണ് ഇംപ്ലിസിറ്റ് മെറ്റഫർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സാറ വാസ് ഷാറ്റേർഡ് ബൈ ദി ന്യൂസ്. ആ ഒരു ന്യൂസ് കേട്ടിട്ട് സാറ ഭയങ്കര ഷോക്കായി പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഷാറ്റേർഡ് എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഷാറ്റേർഡ് എന്ന വാക്ക് ഏത് വസ്തുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഗ്ലാസ് എന്ന വസ്തുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇവിടെ ഗ്ലാസ് എന്ന വാക്ക് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഗ്ലാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കമ്പാരിസൺ നടത്തുന്ന ആ ഒരു വസ്തുവിൻ്റെ പേര് മെൻഷൻ ചെയ്യാതെ കമ്പാരിസൺ നടത്തുന്നതിനെയാണ് ഇംപ്ലിസിറ്റ് മെറ്റഫർ എന്ന് പറയുന്നത്. ഡെഡ് മെറ്റഫർ. ഡെഡ് മെറ്റഫർ എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റഫേഴ്സ്. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ആ ഒരു മെറ്റഫർ വളരെ കോമൺ ആയിട്ട് മാറുകയും അത് എല്ലാവർക്കും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവുന്ന തരത്തിലോട്ട് മാറും. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് മെറ്റഫറിക് ഫോഴ്സ് നഷ്ടമായിട്ടുള്ള മെറ്റഫേഴ്സിന് പറയുന്നതാണ് ഡെഡ് മെറ്റഫർ. എക്സാമ്പിൾ, ടൈം ഈസ് റണ്ണിങ് ഔട്ട്, ഹെഡ് ഓവർ ഹീൽസ്. ഇതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ മെറ്റഫറിക് ഫോഴ്സ് നഷ്ടമാവുന്ന മെറ്റഫേഴ്സിന് പറയുന്നതാണ് ഡെഡ് മെറ്റഫർ. സോ മെറ്റഫർ എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Napoleon is a character in options 1984, Animal Farm, Ulysses, The Ambassadors. നെപ്പോളിയൻ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിൽ വരുന്ന കഥാപാത്രമാണ്? ആൻസർ ഈസ് ജോർജ് ഓർവെൽസ് ആനിമൽ ഫാം. ആനിമൽ ഫാമിൽ വരുന്ന മറ്റൊരു കഥാപാത്രമാണ് സ്നോബോൾ. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നെപ്പോളിയൻ ആൻഡ് സ്നോബോൾ ആർ ക്യാരക്ടേഴ്സ് ഇൻ ജോർജ് ഓർവെൽസ് ആനിമൽ ഫാം. The phrase "a terrible beauty" was coined by options William Blake, Thomas Gray, William Shakespeare and W.B. Yeats. A terrible beauty എന്ന ഫ്രേസ് കോയിൻ ചെയ്തത് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, W.B. Yeats. W.B. Yeats അദ്ദേഹത്തിൻ്റെ കവിതയായിട്ടുള്ള ഈസ്റ്റർ 1960 ഈ ഒരു ഫ്രേസ് കോയിൻ ചെയ്തിരിക്കുന്നത്. A terrible beauty is born. Next question.
Aristotle's definition, an imitation of an action that is serious, complete and of a certain magnitude, refers to epic, tragedy, burlesque, tragicomedy. അരിസ്റ്റോട്ടലിൻ്റെ ഈ ഒരു ഡെഫിനേഷൻ എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ട്രാജഡി. അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സിലാണ് ട്രാജഡീനെ കുറിച്ച് ഈ ഒരു ഡെഫിനേഷൻ പറയുന്നത്. The critic who declared that a poet should acquire a sense of tradition. Options: John Dryden, William Emerson, I. Richards, T.S. Eliot. Answer is option D, T.S. Eliot. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിലാണ് ഇതൊക്കെ പറയുന്നത്. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇംപേഴ്സണാലിറ്റി തിയറിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ടേം ഒന്ന് ഓർത്ത് വെക്കുക. The poet who referred to some mute inglorious Milton. Options: John Dryden, Matthew Arnold, Robert Browning and Thomas Gray. ആരാണ് ആ പോയറ്റ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, തോമസ് ഗ്രേ. തോമസ് ഗ്രേ അദ്ദേഹത്തിൻ്റെ എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന കവിതയിലാണ് ഇങ്ങനെ റെഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഓഥർ ഓഫ് ഡ്രീം ചിൽഡ്രൻ എ റെവറി. ഓപ്ഷൻസ്: ഡിലൻ തോമസ്, Edgar Allan Poe, Charles Kingsley, Charles Lamb. Answer is option D, Charles Lamb. The Growth of a Poet's Mind is the alternative title of a major work by Wordsworth, Coleridge, Keats, Shelley. Answer is option A, Wordsworth. വേർഡ്സ്വർത്തിൻ്റെ ദ പ്രെലൂഡ് എന്ന കവിതയുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിലാണ് ദ ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ്. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോമാണ്. ദ ഫസ്റ്റ് ഓഫ് ദ റൊമാൻറ്റിക് പോയറ്റ്സ് ടു ഡൈ. ഓപ്ഷൻസ്: ബൈറൺ, ഷെല്ലി, കീറ്റ്സ്, കോൾറിഡ്ജ്. ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന റൊമാൻറ്റിക് പോയറ്റ്സിൽ ആദ്യം മരണപ്പെടുന്ന റൊമാൻറ്റിക് പോയറ്റ് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, കീറ്റ്സ്. കീറ്റ്സ് ആണ് ആദ്യം മരണപ്പെടുന്നത്. സോ ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഓരോ ആളുകളും എപ്പോൾ ജനിച്ച് എപ്പോൾ മരണപ്പെട്ടു എന്ന് നോക്കാം. ബൈറൺ ജനിക്കുന്നത് 1788 ജാനുവരി 22 അദ്ദേഹം മരണപ്പെടുന്നത് 1824 ഏപ്രിൽ 19 ഷെല്ലി 1792 ഓഗസ്റ്റ് 4 മരണപ്പെടുന്നത് 1822 ജൂലൈ 8. കീറ്റ്സ് 31 ഒക്ടോബർ 1795 to 23 ഫെബ്രുവരി 1821. കോൾറിഡ്ജ് 21 ഒക്ടോബർ 1772 to 1834 ജൂലൈ 25. ഇവിടെ ബൈറൺ, ഷെല്ലി, കീറ്റ്സ് സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ് ആണ്. ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സിൽ വരുന്നതാണ് വില്യം വേർഡ്സ്വർത്ത്, എസ് ടി കോൾറിഡ്ജ് ആൻഡ് വില്യം ബ്ലേക്ക്. വേർഡ്സ്വർത്ത് ജനിക്കുന്നത് 1770 ഏപ്രിൽ 7 അദ്ദേഹം മരണപ്പെടുന്നത് 1850 ഏപ്രിൽ 23. എസ് ടി കോൾറിഡ്ജ് 21 ഒക്ടോബർ 1772 to 25 ജൂലൈ 1824. വില്യം ബ്ലേക്ക് 28 നവംബർ 1757 12 ഓഗസ്റ്റ് 1827. വില്യം വേർഡ്സ്വർത്ത്, എസ് ടി കോൾറിഡ്ജ്, റോബർട്ട് സദെ ഇവർ 3 പേരെയും ലേക്ക് പോയറ്റ്സ് എന്നറിയപ്പെടാറുണ്ട്. Stream of consciousness is a term coined by James Joyce, William James, Henry James, Dorothy Richardson. Stream of consciousness എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ആൻസർ ഈസ് വില്യം ജെയിംസ്. വില്യം ജെയിംസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ദ പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജിയിലാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന ടേം കോയിൻ ചെയ്യുന്നത്. Salim Sinai is the protagonist of Go Tell It on the Mountain, The Ministry of Utmost Happiness, The Serpent and the Rope, Midnight's Children. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിലെ പ്രൊട്ടാഗനിസ്റ്റ് ആണ് സലീം സിനായ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ ബൈ സൽമാൻ റഷ്ടി. സൽമാൻ റഷ്ടിയുടെ മിഡ്നൈറ്റ് ചിൽഡ്രനിൽ വരുന്ന പ്രൊട്ടാഗനിസ്റ്റ് ആണ് സലീം സിനായ്. ഈ ഒരു നോവലിന് 1981 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന മറ്റ് നോവലിൽ വരുന്ന പ്രൊട്ടാഗനിസ്റ്റ് ആരൊക്കെയാണെന്ന് കൂടി നോക്കാം. ജെയിംസ് ബോൾഡ്വിന്നിൻ്റെ നോവലായിട്ടുള്ള ഗോ ടെൽ ഇറ്റ് ഓൺ ദ മൗണ്ടെയിനിൽ വരുന്ന പ്രൊട്ടാഗനിസ്റ്റ് ആണ് ജോൺ ഗ്രൈംസ്. അരുന്ധതി റോയുടെ നോവലായിട്ടുള്ള ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സിലെ പ്രൊട്ടാഗനിസ്റ്റ് ആണ് അഞ്ജും.
രാമ എന്നും അറിയപ്പെടുന്ന രാമസ്വാമിയാണ് രാജാ റാവുയുടെ നോവലായിട്ടുള്ള ദ സെർപ്പൻറ്റ് ആൻഡ് ദ റോപ്പ് എന്ന നോവലിലെ പ്രൊട്ടാഗണിസ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.